അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനെ കാണുകയായിട്ടാണ് ബണ്ടത്. ഈ ഒരു സന്ദർഭത്തിൽ അബ്രഹത്തിലെ ആന ആയ മഹ്മൂദ് അബ്ദുൽ മുത്തലിബിനെ കണ്ടതോടു കൂടിയിട്ട് സുജൂദിടർ. എന്നിട്ട് മനുഷ്യന്മാർ മുണ്ടതുപോലെ ആ മഹ്മൂദ് ചൊല്ലുടെ ആന മുണ്ടു. എന്താണ് ആ ആന അബ്ദുൽ മുത്തലിബിട്ടിಗೆ മുണ്ടിയത്? ആ ചരിത്രമാണ് ഇന്ന് ഞങ്ങൾ നോക്കുപോകേണ്ടത്. ക്രിസ്തു വർഷ 507 ആ ഒരു കാലഘട്ടം യമനിലെ രാജാവായിട്ട് ഇന്നെങ്കത്തെ അബ്രഹ അൽ അഷ്റം. അപ്പൊ ആ കാലഘട്ടത്തില് യമനിലുള്ള ആൾക്കാർ ഹജ്ജ് കാലഘട്ടവിടെ ആ ഒരു സീസണില് എല്ലാവരും എവിടേക്ക് പോയാർ? മക്കത്തേക്ക് പോയാർ. അതായത് കഅബ തവാഫാക്കുകയും കഅബ ഹജ്ജ് ചെയ്യുകയാണ് പോയത്. ഈ ഒരു സന്ദർഭത്തില് അബ്രഹത്ത് മനസ്സിൽ വിചാരിച്ച് എന്തിനാണ് ആൾക്കാരെല്ലാം കഅബത്തോടെ പോകേണ്ടത്? ആൾക്കാരെ എല്ലാം എവിടേക്ക് കൂട്ടിയ പറഞ്ഞു? യമന്റെ ഭാഗത്ത് കൂട്ടിയോണ്ട് പറഞ്ഞു. അതായത് അവനുക്ക് കഅബത്ത് മേലെ ഒരു ചെറിയൊരു അർസ പിറകു തുടങ്ങിയത്. അങ്ങനെ അബ്രഹത്ത് യമനിൽ എന്താക്കിയ ഒരു കെട്ടിടം കെട്ടിയ, അതില് ബംഗാറും അതേപോലെ വെള്ളിയും കൂടിയിട്ടുള്ളെങ്കിൽ ഒരു വലിയ ഒരു കെട്ടിടം കെട്ടിയ, അതൊരു പേരാണ് അൽ ഹുല്ലൈസ് ചൊന്തു. അങ്ങനെ എന്താക്കിയ ആൾക്കാരെല്ലാം ആ ഒരു പള്ളിക്ക് വിളിച്ച. പക്ഷെ ആരും എന്താക്കിയില്ല, ആ ഒരു പള്ളിക്ക് വന്നില്ല. പള്ളിക്ക് വന്നില്ലാണ്ട് മാത്രല്ല, മക്കയിലുള്ള ബനു കിനാന ഗോത്രത്തിൽപ്പെട്ട ഒരാള് ആ പള്ളിയിൽ വന്നിട്ട് അതിലെന്താക്കിയിട്ട് അശുദ്ധിയാക്കിയിട്ട് പോയിട്ട്. അത് അശുദ്ധിയാക്കാനുള്ള കാരണം ഞങ്ങൾക്ക് വലിയ കഅബാണ്, നിന്റെ ഈ കെട്ടിടം വലിയൊരു കാര്യമൊന്നും അല്ല എന്നുള്ള രീതിയിലാണ് അശുദ്ധിയാക്കിയിട്ട് പോയത്. ഈ ഒരു അശുദ്ധിയാക്കലോട് കൂടിയിട്ട് അബ്രഹത്ത് പിന്നെയും എന്തായിട്ട് അർസ ജാസ്തി വന്നു. ഞാൻ അബ്രഹത്ത് ഒരു നിർദ്ധാരം എടുത്ത മക്കയിലുള്ള ആ കഅബനൊക്കെ എന്താക്കണം, പൊലിക്കണം. അങ്ങനെ വലിയൊരു സൈന്യമായിട്ട് അവനെന്താക്കിയ മക്കത്തേക്ക് വന്ന. ഈ മക്കത്തേക്ക് ബണ്ട സന്ദർഭത്തില് ആഫ്രിക്കയിൽ നിന്നിട്ട് ഒരു ആനയുടെ വിൽപ്പാട്ട. ആ ആനയുടെ പേരാണ് മഹ്മൂദ് ചൊന്ത്. അങ്ങനെ ആ ആനയുമായിട്ട് വലിയൊരു സൈന്യവുമായിട്ട് അവന് എവിടെയൊക്കെ ബണ്ട മക്ക ലക്ഷ്യമാക്കിയിട്ട് കഅബ പൊലിക്കുക ബേനായിട്ടാണ് ബണ്ടത്. ആരാണ് അവന്റെ എതിർക്കുക ബണ്ട് അങ്ങനെല്ലാം ഓൻ എന്താക്കിയോ ഇന്ന സോപ്പാട്ടിയോണ്ട് ഇന്ന. അതേപോലെ ബാക്കിയുള്ള ആൾക്കാർ ഓന്റെ ആദരിക്കുകയും ഓന്റെ ബഹുമാനിക്കുകയും ചെയ്തോണ്ടിരുന്നാറ്. ഈ അബ്രഹത്ത് വന്നിട്ട് എവിടേക്കെത്തിയ? ത്വായിഫിലെത്തിയ. ഈ ത്വായിഫിലെത്തിയ സന്ദർഭത്തിൽ സക്കീഫ് ഗോത്രത്തിൽപ്പെട്ട മസ്ഊദ് ബിൻ മുഅത്തിബ് അബ്രഹത്തോട് ചൊല്ല, രാജാവേ ഞങ്ങ എന്തായിട്ടിക്കറ? നിന്റെ അടിമയായിട്ടിക്കറ. നീ എന്ത് ചൊല്ല, നീ എന്തരാക്കട അത് ഞങ്ങൾ അനുസരിക്കുന്ന ആളായിട്ടിക്കറ. നീ പൊലിക്ക പോണ്ടത് എന്തല്ല, ഞങ്ങളെ ഒരു പള്ളിയായ ലാത്ത പള്ളിയല്ല. അതായത് ലാത്ത ചൊല്ല ഒരു ഭവനത്ത് മുന്നുള്ളിയോടെ ത്വായിഫില്, അതായത് മക്കത്തിൽ കഅബ ഇന്നതുപോലെ അങ്ങ് ആരാധിച്ചോ ഇന്ന് ഒരു എന്തായിട്ട് ഭവനായിട്ട് ഇല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ആയിട്ട് ഒരു പള്ളി ആയിട്ട് ഇല്ലാത്ത ഭവന. അപ്പൊ അതിനെന്ത് പൊലിക്കോ പോണ്ടല്ല, നീ പോണ്ടത് എന്താണ്? കഅബ പൊലിക്കുകയാണ് പോണ്ടത്. അങ്ങ് എന്തുള്ള ഇതൊക്കെ ഫുള്ളായിട്ട് സപ്പോർട്ടുള്ള. മാത്രല്ല നിക്ക് മക്കത്ത് പോണോക്കു, മക്കത്തെ തെറുകാട്ടോക്കു ബേനായിട്ട് നാൻ എന്താക്കട ഒരാളെനിക്ക് തണ്ടക്ക. അബു റിഗാല ചൊന്നാണ് ആ ഒരു മനുഷ്യരുടെ പേര്. അങ്ങനെ അബു റിഗാലരും കൂട്ടിയിട്ട് അബ്രഹത്തിയോടെ പോണ്ട മക്കത്തേക്ക് പുറത്തായിട്ട് പോണ്ട. മുഹമ്മിസ് ചൊല്ലെ ഒരു റായി എത്തിയപ്പ ഈ തെറുകാട്ടോക്ക് ബന്നെങ്കത്തെ അബു റിഗാല എന്തവിടെ മരിച്ചിട്ട് പോണ്ട. അങ്ങനെ ഊണ് മരിച്ചപ്പ അവിടെ എന്താക്കാറ്, അവിടെ ആ മുഹമ്മിസ് ചൊല്ലെ റായത്തിലെ ഉണ്ട് ഖബർ അടുക്കാറ്. പിന്നീട് പിൽക്കാലത്തിൽ അവന്റെ ആ ഖബറുക്ക് എന്താക്കി ആൾക്കാർ കല്ലെറിഞ്ഞോണ്ടിരുന്നാറ്. കാരണം ഊണ് മക്കത്തുകൊണ്ട് തെറു കാട്ടിയത് കൊണ്ടിട്ടാണ്. അങ്ങനെ മുഹമ്മിസ് ചൊല്ലെ ആ റായത്തില് അബ്രഹത്ത് എന്താക്കിയ അസ്വദ് ചൊല്ലെ ഒരാളെ കിടത്തിയ. ഊണു മക്കത്തേക്ക് പോയിട്ട് മക്കത്തിലുള്ള ഖുറൈശികളെ അതേപോലെ ബാക്കിയുള്ള ആൾക്കാരെ എന്താക്കിയ വണ്ട, ആട് ഇതെല്ലാം കട്ടോണ്ട് വന്നു. ഈ കട്ടോ വന്ന കൂട്ടത്തില് അബ്ദുൽ മുത്തലിബിയുടെ 200 വണ്ടെന്ത് അതില് എന്ത്. അങ്ങനെ ഈ ഒരു സന്ദർഭത്തില് ഖുറൈശികളും അതേപോലെ കിനാന ഗോത്രവും അതേപോലെ ഹുദൈൻ ഗോത്രത്തെ ആൾക്കാർ എന്താക്കിയാറ് അബ്രഹത്തിന്റെ യുദ്ധ ആക്കമ എന്നുള്ള ഒരു ചർച്ച നടത്തിക്കൊണ്ടിരുന്നാറ്. ഏതായാലും അങ്ങ് മനസ്സുകൊണ്ടിട്ട് തീരുമാനം എടുത്താറ്, ഞങ്ങൾക്ക് എന്താക്കാവില്ല അബ്രഹത്തിന്റെ യുദ്ധാക്കുകയല്ല. കാരണം അവൻ്റെ സൈന്യം ഭയങ്കര വലിയ സൈന്യമാണ്. അങ്ങനെ അങ്ങ് എന്താക്കിയാറ് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാറ്. ഇനി ഞങ്ങൾ അവൻ്റെ യുദ്ധാക്കുക പോണ്ടില്ലാണ്ട് തീരുമാനം ആക്കിയാറ്. അബ്രഹത്ത് എന്താക്കാ അവന്റെ സ്വര സുലാഭത്തിൽ പൂർത്തിയാവുക ബേനായിട്ട് ഹുനാദാദുൽ ഹിംയാരി ചൊല്ലെങ്കിത്തെ ഒരു മെസ്സഞ്ചർ, ഒരു ദൂതൻ എന്താക്കറ നേരെ മക്കത്തേക്ക് കിടത്തറ. ഈ മനുഷ്യ വന്നിട്ട് മക്കത്തുള്ള ആൾക്കാരുടെ കേൾക്കറ്, ആരാണ് നിങ്ങളെ നേതാവ്? അപ്പൊ അങ്ങ് ചൊല്ലാറ് അബ്ദുൽ മുത്തലിബാണ് ഞങ്ങളുടെ നേതാവ്. ഹുനദാദുൻ ഹിംയാരി നേരെ പോയിട്ട് അബ്ദുൽ മുത്തലിബിനെ കാണും. അബ്ദുൽ മുത്തലിബിനെ കാണലോട് കൂടി ഊണിക്ക് എന്താവില്ല, മുണ്ടകു നാവ് വന്നില്ല. ഊണു ബോധരഹിതനായിട്ട് അല്ലെങ്കിൽ തല തിരിഞ്ഞിട്ട് എന്തായ കീല് പൂണ്ട. തല തിരിഞ്ഞിട്ട് കീല് പൂണ്ടേണ്ട മാത്രല്ല ഊണൊരു പോത്ത് പുൽപ്പിടത് പോലെ പുൽപ്പിടകും
തുടങ്ങി. അങ്ങനെ തെല്ലാറ് കഴിഞ്ഞിട്ട് അവനക്ക് എന്തായിട്ട് ബോധ വന്നിട്ട് അവനെന്താക്കിയ അബ്ദുൽ മുത്തലിബ് സുജൂദിട്ട് ചൊന്ന സത്യമായിട്ട് ചൊല്ല നിങ്ങാണ് ഖുറൈശിറെ എന്തായിട്ടിക്കറ നിങ്ങാണ് മക്കത്തെ നേതാവായിട്ടിക്കറാറുണ്ട് ആറ് ചൊന്ന ഈ ഹുനദാദും ചൊന്ന. മാത്രല്ല ഈ ഹുനാദ എന്താക്കി അബ്ദുൽ മുത്തലിബ് ഒട്ടിಗೆ ചൊന്ന ഞങ്ങ ഇവിടെ വന്നത് നിങ്ങളുടെ യുദ്ധാക്കോ ബേനായിട്ടൊന്നുമല്ല, ഞങ്ങ ഇവിടെ വന്നത് കഅബ പൊലിക്കുകയാണ്. നിങ്ങ യുദ്ധ ആക്കാണ്ട് ബാക്ക് പോയിട്ട് കണ്ടെങ്കിൽ ഞങ്ങ എന്താക്കട ഈ കഅബ പൊളിച്ചിട്ട് ഞങ്ങ വിട്ടു പോണ്ടാ ചൊന്നു. ഇത് കേട്ടപ്പ അബ്ദുൽ മുത്തലിബ് ചൊന്തു ഞങ്ങ എന്താക്കില്ല അബ്രഹത്തിട്ട് യുദ്ധാക്കില്ല, കാരണം അതുക്കുള്ള ശക്തി ഞങ്ങൾക്കും ഇല്ല. പിന്നെ നിങ്ങൾ ചൊന്നെങ്കിത്തെ കഅബ പൊലിക്കരുത്. ഈ കഅബ ആരതല്ല, ഞങ്ങളതല്ല, ഇത് അള്ളാഹുടേതും അതേപോലെ ഖലീലായ ഇബ്രാഹിം നബിയുടേതാണ്. ഇത് സംരക്ഷിക്കേണ്ടത് ആരാണ്? അള്ളാഹുവാണ്. ഇത് അള്ളാഹു സംരക്ഷിച്ചോളും. അവനുക്ക് ഇതിരെ സംരക്ഷിക്കുക ആയില്ലാണ്ട് കണ്ടെങ്കിൽ ഞങ്ങൾ ഇതിരെ എന്താക്കോലെ സംരക്ഷിക്കുക ആവില്ല എന്ന് ചൊല്ലും. അങ്ങനെ ഹുനാദരെ ആ നിർദ്ദേശം അനുസരിച്ചിട്ട് അബ്ദുൽ മുത്തലിബിയോടും അബ്രഹത്തിനെ കാണുക പോണ്ട സന്ദർഭത്തിൽ ആറും കൂടി ഖുറൈശി ആൾക്കാരും ഇക്കറാറ്. അങ്ങനെയാണ് സബീർ പർവ്വതത്തോടെ എത്തിയ സന്ദർഭത്തിൽ ഒരു വെളിച്ച ആരെ നെത്തിൽ നിന്നിട്ട് പണ്ടത് അബ്ദുൽ മുത്തലിബ് നെത്തിൽ നിന്നിട്ട് പണ്ടത് ഒരു നിലാവുടെ പ്രകാശം പോലെ വന്നിട്ട് അത് നേരെ യോടക് പൊള്ളു കഅബത്തവിടേക്ക് പൊള്ളു. അങ്ങനെ കഅബത്തവിടേക്ക് പൂണ്ടിട്ടാകുമ്പോൾ ഒരു ടോർച്ച് പോലാണ് അത് യോടക് പൊള്ളത് കഅബത്തവിടേക്ക് പൊള്ളു. ആ സന്ദർഭത്തിൽ അബ്ദുൽ മുത്തലിബ് ചൊല്ലും നന്റെ നെത്തിൽ എപ്പോഴെല്ലാം ഇങ്ങനത്തെ ഒരു പ്രകാശം വന്നറോ ആ സമയത്തെല്ലാം നക്ക് എന്തായാലും വിജയം കിട്ടിയത്. അതുകൊണ്ട് ഖുറൈശികളിൽ നിങ്ങൾ എന്താക്കോറു തിരിച്ചിട്ട് പോറോ. മാത്രമല്ല അബ്ദുൽ മുത്തലിബ് ഖുറൈശികളിട്ട് ചൊല്ലു നിങ്ങൾ എന്താക്കണ്ട പേടിക്കണ്ട, കഅബ പൊലിക്കുക ഒരാളെ കൊണ്ടും സാധ്യയില്ല, അത് ആര് സംരക്ഷിച്ചോളും? അള്ളാഹു, അതിരെ റബ്ബ് എന്താവും അതിരെ സംരക്ഷിച്ചോളും. അങ്ങനെ അബ്ദുൽ മുത്തലിബ് നേരെ അബ്രഹത്തിനെ കാണുക പോയിട്ട് അവന്റെ മുട്ട പോണ്ടു. ഇയാളെ കണ്ടതോടു കൂടി അബ്രഹത്തുക അത്ഭുതമാവും. ആ ഒരു മുഖത്തിലുള്ള പ്രകാശവും ആ ഒരു ഗാംഭീര്യം കണ്ടിട്ട് അബ്രഹത്ത് അവന്റെ ആ ഒരു അജകീയമായ സിംഹാസനം നെഞ്ചിട്ട് 6 ഗാസിട്ട് കൊടുക്കണം അബ്ദുൽ മുത്തലിബ് കൊടുക്കണം. എന്നിട്ട് അബ്രഹത്ത് നിങ്ങളുടെ ഈ ഒരു ഗാംഭീര്യ ഇല്ല, നിങ്ങൾ ഈ ഒരു പ്രകാശ നിങ്ങളെ അജ്ജന്മാർഗല്ല, നിങ്ങളെ മുന്നിൽ ഇന്ന ആൾക്കാർഗല്ല ഇന്താണ്ട് കേൾക്കുക, നന്റെ ബാപ്പകും നന്റെ അജ്ജന്മാർഗല്ല ഈ ഒരു ഗാംഭീര്യ ഇന്ത്. അപ്പ അബ്രഹത്ത് ചൊല്ലാം ഇത് രാജാക്കന്മാർക്കുള്ള എല്ലാ ക്വാലിറ്റിയും ആറുകൊണ്ടു നിങ്ങൾക്കും ഉണ്ടോണ്ട് ചൊല്ലാം. ഈ ഒരു ബണ്ട് സന്ദർഭത്തില് അബ്രഹത്തിരട്ടിಗೆ ഒരുപാട് കുറെ ആനയുണ്ട്. അതിൽപ്പെട്ട ഒരു ആനാണ് മഹ്മൂദ് ചൊല്ലുന്ന ഒരു ആന. ഈ ആനയില് കൊമ്പുലെന്തിന് സ്വർണം ബംഗാറ് അതേപോലെ വെള്ളിയല്ല ഫിട്ടാക്കിണ്ടെങ്കിലത്തെ ഒരു ഭയങ്കര ഗാംഭീര്യമില്ലെങ്കിലത്തെ ഒരു ആനാണ് ഏത് മഹ്മൂദ് ചൊല്ലേ ഈ ഒരു ആന. അപ്പോ അബ്രഹത്തിലുള്ള ബാക്കി എല്ലാ ആന എന്താക്കിക്കൊണ്ടിരുന്നത് ഈ അബ്രഹത്തിക്ക് സുജൂദ് ഇട്ടോണ്ടിരുന്നത്. പക്ഷെ ഈ മഹ്മൂദ് ചൊല്ലുടെ ആന എന്താക്കിക്കൊണ്ടില്ല എന്ത് ഊണക്ക് സുജൂദ് ഇട്ടോണ്ടില്ലണ്ടല്ല അത് സുജൂദ് ഇടറും പോലെ അവന് ആക്കിയോണ്ടുമില്ല. കാരണം ബാക്കിയുള്ള ആൾക്കാർക്ക് ഊണ്ട് ഒരു പ്രൗഢി കാട്ടുക വേനായിട്ടാണ് ഈ ഒരു മഹ്മൂദ് ചൊല്ലുടെ ആനയുടെ അവന് വെച്ചിട്ടിരുന്ന. അപ്പോ ഇതേപോലെ മുത്തലിബ് എതിർക്കും അവന്റെ ഒരു പ്രൗഢി കാട്ടുക വേനായിട്ട് ഈ ഒരു മഹ്മൂദ് ചൊല്ലുടെ ആനയുടെ എന്താക്കറ പാപ്പാണ്ടട്ടിക്ക് നല്ല ആഡംബരത്തോട് നല്ല അലങ്കരിച്ചിട്ട് കൂട്ടിയ പിറകു ചൊല്ലാം. അങ്ങനെ ഈ മഹ്മൂദ് ചൊല്ലുടെ ആന മഹ്മൂദ് ഈ ആന വന്ന സന്ദർഭത്തിൽ മുത്തലിബരെ കാണലോട് കൂടിയിട്ട് ഈ ആന എന്താക്കരു സുജൂദിട്ടൻ മാത്രല്ല മനുഷ്യന്മാർ പൽക്കരയുടെ പോലെ എന്താവും ഈ ആന പൽക്കര നിങ്ങളെ മുതലുള്ള പ്രകാശമേ നിങ്ങൾക്ക് എന്താവും രക്ഷയുണ്ടാവും. യാ അബ്ദുൽ മുത്തലിബ് നിങ്ങൾക്കാണ് എല്ലാ പ്രതാപവും എല്ലാ മഹത്വവും ആർക്കാണ് നിങ്ങൾക്കാണ് ഉള്ളത്. നിങ്ങളെ ആർക്കും എന്താക്കാവില്ല സോപ്പാട്ടോകാവില്ല, നിങ്ങളെ ആർക്കും കീഴാക്കിയിട്ട് കാണുകയും ആവില്ല. ഈ ഒരു സംഭവം കേട്ടിട്ടാവുമ്പോ അബ്രഹത്തുക്ക് അത്ഭുതമാവിടും. ഈ ഒരു ആന ഇങ്ങനെ ചൊല്ലുക കാരണ അബ്ദുൽ മുത്തലിബിറെ ആ ഒരു മുതലു ആര പ്രകാശ എന്ത് ഹബീബന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു 100 അബ്ദുൽ മുത്തലിബിറെ മുതലിന്ത് ആ ഒരു കാരണം കൊണ്ടിട്ടാണ് അബ്ദുൽ മുത്തലിബ് അത്തരം ഒരു പ്രൗഢിയും ഇല്ലെങ്കിൽ അത്തരം ഒരു ബഹുമാനം കിട്ടുകയുള്ള കാരണം. അബ്രഹത്ത് മനസ്സിൽ ബേരിക്കരുത് ഇതെന്തോ ഒരു സിഹിറായിട്ട് ഇക്കൊണ്ടാണ് ബേരിക്കരുത്. അവൻ്റെയിലുള്ളെങ്കിലത്തെ എല്ലാ ആൾക്കാർ സാഹിര്യങ്ങളായ ജ്യോതിഷന്മാരെ വിളിച്ചിട്ട് കേൾക്കുക എന്താണ് ഈ ആന ഇങ്ങനെ ചൊല്ലുകയുള്ള കാരണം. ആ ജ്യോതിഷന്മാർ ചൊല്ലാറ് ആ ആന സുജൂദിട്ടത് അബ്ദുൽ മുത്തലിബ് ബേനായിട്ടല്ല, അബ്ദുൽ മുത്തലിബിന്റെ ബാക്കിലുള്ളെങ്കിൽ ഒരു പ്രകാശത്തൊക്കെ ബേനായിട്ടിക്കറ്. ആ ആള് ഈ മക്കത്തിൽ ജനിക്കുകയും ഇവിടെ ഒരു പ്രവാചകനായിട്ട് വരികയും ചെയ്യണം. മാത്രമല്ല ഈ പരിശുദ്ധമായ കഅബത്തെ അവകാശിയും അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രചരിപ്പിച്ചെങ്കിത്തെ ആ ഒരു ദീന്റെ ഈ ലോകത്ത് പ്രചരിപ്പിക്കറ്. നിങ്ങൾ അനുവാദം തന്നേണ്ട കണ്ടെങ്കിൽ ആരട്ടിಗೆ അബ്രഹത്തിട്ട് ചൊല്ലേ നിങ്ങൾ അനുവാദം തന്നേണ്ട കണ്ടെങ്കിൽ ഇയാളുടെ കൈയും കാലും അങ്ങ് എന്താക്കറ മുത്തുറ. അങ്ങനെ അബ്രഹത്ത് സമ്മതം കൊടുക്കറ. ഈ ജ്യോതിഷന്മാരെല്ലാരും എന്താക്കാറ് അബ്ദുൽ മുത്തലിബിന്റെ കൈയും അതേപോലെ കാലും എന്താക്കാറ് മുത്തുറാറ്. അങ്ങനെ പിന്നെ അബ്രഹത്തും അതേപോലെ അബ്ദുൽ മുത്തലിബും തമ്മിലുള്ള ചർച്ചയാണ് നടക്കുന്നത്. അബ്ദുൽ മുത്തലിബ്
ಅಬ್ರಹತಟ್ಟು ಚೊಲ್ಡು ನಂಡೆ ಒಂಟೆಡೆ ನಿಂಗೆ ಎಂದಾಕಿರಾರು ಕಟ್ಟೊಂಟು ಎಡ್ತೊಂದು ಪೋಯ್ಡಾರು ಅಪ್ಪ ನಕ್ಕೆಂದಾಕೋರು ನಂಡೆ ಆ ಒಂಟೆ ರಿಟರ್ನ್ തരണം ചൊല്ലു. അബ്രഹത്ത് തമാസാക്കിയിട്ട് ചൊല്ല, നിങ്ങളെ കണ്ടപ്പോഴാണ് നിങ്ങൾ വലിയൊരു ആളായിട്ടിക്കൊണ്ടാണെന്നാണ് വിചാരിച്ചത്. നിങ്ങൾ ഇപ്പം വന്നിട്ട് നിങ്ങളെ വണ്ടയുടെ ആണ് കേട്ടോണ്ടുള്ളത്, അല്ലാണ്ട് നിങ്ങളെ ദീൻ്റെ നിങ്ങളെ ഏറ്റവും വലിയ ഒരു പ്രൗഢിയായിട്ടുള്ള എന്താ കഅബ പൊലിക്ക വന്നതിനെ കുറിച്ചിട്ടോ ഇല്ലെങ്കിൽ കഅബ പൊലിക്കണ്ടാണ്ടോ ಅದಕ್ಕೆ ಬೇನಾയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചൊല്ലുവാറുണ്ടാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങൾ ഇപ്പോൾ വന്നത് വെറും വണ്ട കേക്കുകയായിട്ടിക്കറുണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ അബ്ദുൽ മുത്തലിബ് ചൊല്ലും, വണ്ടയുടെ റബ്ബ് നാനായിട്ടിക്കട, അതേപോലെ കഅബത്തെ റബ്ബ് അള്ളാഹു ആയിട്ടിക്കട, ആ കഅബത്ത് നോക്കുക അള്ളാഹുഗു തീറുവും ചൊല്ലും. അബ്രഹത്ത് ധിക്കാരത്തിൽ ചൊല്ല, ആ റബ്ബുക്കും നന്റെ തടയോഗു സാധ്യല്ലാണ്. അപ്പോൾ അബ്ദുൽ മുത്തലിബ് ചൊല്ലും, നീനും ആ റബ്ബും തമ്മിലാവട്ട് നന്റെ ഇതിൽ നീ എന്താക്കണ്ട കൂട്ടണ്ട ചൊല്ലു. അങ്ങനെ അബ്ദുൽ മുത്തലിബ് വണ്ടരും പിടിച്ചിട്ട് നേരെ എവിടേക്ക് ബണ്ട് കഅബത്ത് അവിടേക്ക് ബണ്ട്. മക്കത്തെ ആൾക്കാരോട് ചൊല്ലു, നേരെ പോയിട്ട് നിങ്ങൾ എന്താക്കോറു പർവ്വതത്തെ മേലെ നിൽക്കോറു, അവന് യുദ്ധാക്ക് ಬಂದೇಂಡು കണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താവോ തീരാ ആഫത്ത് ബറുകു തീരാ ചൊന്തു. അങ്ങനെ മക്കാദിവാസികളെല്ലാവരും പർവ്വതത്തെ മേലെ പത്തിയപ്പോൾ അബ്ദുൽ മുത്തലിബ് കഅബത്തവിടെ പോയിട്ട് ദ്വാരക്കട്, അള്ളാഹുവെ നിൻ്റെ ഈ ഭവനത്തെ നീ സംരക്ഷിക്കണോ, ഞങ്ങളെ കൊണ്ട് സംരക്ഷിക്കോ ആയോണ്ടില്ല ചൊന്തു. അങ്ങനെ പിറ്റേണ്ട് അബ്രഹത്തും അതേപോലെ ആ വലിയ സൈന്യവും കഅബത്ത് പൊളിക്കോ ബൈനായിട്ടാണ് ബണ്ടത്. ഈ സന്ദർഭത്തിൽ കടലിലെ ഭാഗത്തിൽ നിന്നിട്ട് ഒരു കറുത്ത മേഘം പോലെ ഒരുപാട് പക്ഷികൾ എന്താവും ബണ്ട്. ആ പക്ഷിയുടെ പേരാണ് അബാബീൽ. ആ പക്ഷിരെ കൊക്കുലു ഒരു കല്ലും അതേപോലെ ജണ്ട് കല്ലാണ് ഇക്കിടത്. ആ കല്ല് എത്ര വലിയ എന്തു ചൊന്നിട്ട് കണ്ടെങ്കിൽ ഒരു കടലിടെ എത്ര വലിയ മാത്രമാണ് ഇന്നത്. ആ കല്ലുടെ രൂപ ചൊല്ലത് ചുട്ടിട്ടുള്ളെങ്കിൽ വെച്ച ഉള്ളിൽ ഒരു മണ്ണിടെ ഇട്ടായിട്ട് ആ ഒരു കല്ല്. ആ കല്ലാണ് ഈ സൈന്യത്തെ മേലെ ഇട്ടപ്പം അങ്ങനെ എല്ലാ സൈന്യവും ചിന്നിച്ചെതിരിപ്പോയിട്ടാണ് ചരിത്രം ചൊല്ലത്. എത്രത്തോളം ചൊന്നെങ്കിൽ ഒരു പുലു ഒരു ഇലയുടെ തിണ്ടെങ്കിൽ ആ ഇലയുടെ രൂപ എങ്ങനായിട്ടിക്കോ അതുപോലെ ഈ കല്ല് പൂണ്ട സന്ദർഭത്ത് അങ്ങനെ മേലിട്ടിട്ട് നിന്നെങ്കത്തെ കവച പോലും പൊട്ടിപ്പോയിട്ടാണ്. അതേപോലെ അങ്ങനെ നിന്നിട്ടുള്ള ശരീരത്തിൽ നിന്നുള്ള ഇറച്ചി ഭാഗമെല്ലാം എന്തായത് ചിന്നിച്ചിതറിപ്പോയിട്ട് ഈ ഒരു കല്ലാണ് അബ്രഹത്തിന് മേൽക്കും പൂണ്ടിട്ടോ അബ്രഹത്ത് പേടിച്ചിട്ട് റിട്ടേൺ എവിടേക്ക് പോണ്ട, യമനുക്ക് പോയ സന്ദർഭത്തിൽ ഈ ഒരു എഫക്റ്റ്, ഈ ഒരു കല്ലുടെ എഫക്റ്റ് കൊണ്ടിട്ടും അവൻ്റെ ശരീരത്തിൽ നിന്നിട്ട് ഇറച്ചിങ് എന്തായിട്ട് പൂലായിട്ട് പോണുക തുടങ്ങിയിട്ടാണ് ചൊല്ലത്. മാത്രമല്ല ചൂവും ആയിട്ട് തിന്നിട്ട് അങ്ങനെ ആ ഒരു രീതിയിലായിട്ടാണ് അവൻ എന്തായത് പിന്നീട് ചത്തിട്ട് പോയത്. അതേപോലെ പിന്നൊരു അത്ഭുതം എന്തൊരു ചൊന്നിട്ട് കണ്ടെങ്കിൽ ഈ മഹമ്മൂദ് ചൊല്ലുടെ ആന ചൊന്നില്ലേ, ഈ ആന കഅബത്തവിടെ യുദ്ധാക്കുവേണ്ട സന്ദർഭത്തിൽ എന്താക്കിയില്ല, കഅബത്തവിടേക്ക് പോയില്ലാണ്ടാണ്. കഅബത്ത് പോകേണ്ട മുന്നോലെ ഈ ആന മുട്ടുകുത്തിയിട്ട് നിണ്ടിട്ട്. അപ്പോൾ എത്ര ഇങ്ങനെ ട്രൈ ആക്കിയിട്ടും ഈ ആന എന്താവില്ല, എണിക്കില്ല. യമൻ്റെ സൈഡ് കാണുമോ ഈ ആൻ്റെ തിരിപ്പായിട്ടാണ് കണ്ടെങ്കിൽ ആ സൈഡ് ആകുമ്പോൾ ആന എണിക്കറ് ഓടിയോണ്ടാണ് പോകേണ്ടത്. ബാക്കി ഇടത്തെ സൈഡോ ബലത്തെ സൈഡോ അങ്ങനെ ആക്കിലാണ്ട് കണ്ടെങ്കിൽ ആന എന്താവോട് പോണ്ടു. ബട്ട് എവിടേക്ക് തിരിയില്ല, കഅബത്തെ സൈഡിലേക്ക് തിരിയില്ല. അങ്ങനെയാണ് ആ മഹമ്മൂദ് ആന അത് എന്തായില്ല ഈ ഒരു അപകടത്തിൽ, അതായത് ഈ അബാബിൽ പക്ഷിയുടെ അപകടത്തിൽ എന്തായി പെട്ടിട്ടില്ലാണ്ടാണ് ഈ ആന പെട്ടിട്ടില്ലാണ്ടാണ് ചരിത്രകാരന്മാർ ചൊല്ലത്. ഇത്ര വലിയ അഹങ്കാരത്തെയും അതേപോലെ ഇത്ര വലിയ സൈന്യത്തെയും ചെറിയൊരു പക്ഷികളെ കൊണ്ടിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ എന്താക്കിയത്, എതിർത്തത്. അപ്പോൾ ഇത്രയായിട്ട് ഞങ്ങളെ ഇണ്ടത്തെ സ്റ്റോറി ചൊല്ലത്. ബണ്ടെന്നാൽ പുതിയ ചരിത്രമായിട്ട് ബണ്ട അത്രത്തോളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.